നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. സിദ്ദിഖ് സുഖവാസത്തിലാണ്. പോലീസ് ഒരുക്കിയ സുഖവാസത്തിലാണോ? സംശയം ബലപ്പെടുന്നു. കരുത്തുറ്റ വിധിയാണ് കോടതി നൽകിയത്. ആ കരുത്ത് ആരാണ് ചോർത്തിക്കളഞ്ഞത്? സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ് സിദ്ദിഖ്. അതിനു മുൻപ് കിട്ടിയ വിധിക്ക് വിലയില്ലാതാക്കിയത് ആരാണ്? ഫോൺ ഓഫാക്കി, പിന്നെ ഓണാക്കി, ഇടയ്ക്ക് ബിസിയായി. സിദ്ദിഖിന്റെ കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നടക്കുന്നു എന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ട. പോലീസിന്റെ പരിധിക്ക് പുറത്ത് കടക്കാൻ സിദ്ദിഖിന് എങ്ങനെ കഴിഞ്ഞു? സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാൻ സൗകര്യമൊരുക്കിയത് സർക്കാരോ? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. പരിധിക്ക് പുറത്തോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർ തത്സമയം അതിഥികളായി ചേരുന്നു. അല്പസമയത്തിനകം CPM-നെ പ്രതിനിധീകരിച്ച് ജെയ്ക്സി തോമസും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ് എന്നാണ്. ആരാണ് സിദ്ദിഖിന് ഈ സൗകര്യം ഒരുക്കി കൊടുത്തത്? ശ്രീ വേണു, ഇതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. സിദ്ദിഖിന് ഇത്രയും സാവകാശം കിട്ടിയത് ഈ സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയൊക്കെ അലംഭാവമാണ്. അലംഭാവം എന്ന് ഇതിന് പറയാൻ പറ്റില്ല. അവരൊരുക്കി കൊടുത്ത സൗകര്യത്തിലാണ്. ഇതിൽ സിദ്ദിഖ് മാത്രമല്ല, മുകേഷിന് ജാമ്യം കിട്ടുന്നു. മുകേഷിന് ജാമ്യം കിട്ടുമ്പോൾ ആ ജാമ്യത്തിനെതിരായിട്ട് അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പീൽ കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നു സർക്കാരും പ്രോസിക്യൂഷനോ. എന്തുകൊണ്ടാണ് സർക്കാർ അപ്പീൽ കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചത്? ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളെ കേരളത്തിൻ്റെ ഹൈവേയിൽ, പൊരുവയിലത്ത് നിർത്തി സ്ത്രീ സംരക്ഷണ, വനിതാ സംരക്ഷണം അതിലൊരുക്കിയ സർക്കാരാണ്. സ്ത്രീ സുരക്ഷിത കേരളം എന്നൊക്കെ വലിയ മേനി നടിച്ച സർക്കാരാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 5 വർഷക്കാലം അത് തലയിണക്കടിയിൽ വെച്ചുകൊണ്ട് ഉറങ്ങിയിരുന്ന സർക്കാരാണ്. ആ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് പെൺകുട്ടികൾ, സിനിമാ മേഖലയിലെ കുറച്ച് സ്ത്രീകൾ നടത്തിയ പരസ്യ പ്രസ്താവനയുടെ പുറത്താണ് ഇത്തരം കേസുകളൊക്കെ വരുന്നത്. ഇപ്പോഴും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ ഒന്നും യാതൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചത് പോലും അതിനുശേഷം വന്നിട്ടുള്ള പരസ്യ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ്. അതിനുശേഷം ഈ പ്രത്യേക കേസിൽ തന്നെയാണെങ്കിൽ പരാതിക്കാരിയുടെ പരാതി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തുന്ന രീതിയിൽ പോലീസിൽ നിന്ന് ചോരുന്നു എന്ന് പറഞ്ഞാൽ പരാതിക്കാരിക്കല്ല, പീഡകർക്കാണ് സംരക്ഷണം ഈ സർക്കാർ ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഹൈക്കോടതിയിൽ അദ്ദേഹം ജാമ്യ ഹർജി കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് സർക്കാരും പോലീസും കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ, ഇത്തരം സൗകര്യങ്ങൾ മുൻകാലങ്ങളിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി സിദ്ദിഖോ മുകേഷോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ, അവർക്കപ്പുറം സാധാരണ പൗരന്മാരാണ് ഇത്തരം കേസിൽ പെടുന്നതെങ്കിൽ ഈ പ്രിവിലേജും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഇല്ല, സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇന്നലത്തെ ഈ പറയുന്ന ഹൈക്കോടതി ഉത്തരവ് 2 പേർക്കെതിരാണ്. ഒന്ന് പ്രതിയായ സിദ്ദിഖിനെതിരാണ്, മറ്റൊന്ന് സർക്കാരിനുമെതിരാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ. നിഗൂഢമാണ് സർക്കാരിൻ്റെ മൗനം. ഈ 5 വർഷം ഇതിൻ്റെ മേൽ എന്ത് നടപടിയെടുത്തു എന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ സൂക്ഷ്മമായ പരിശോധന ഉണ്ടാകുമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു കാലതാമസവും ഉണ്ടാകരുത് എന്ന ജാഗ്രത കൂടി സർക്കാർ പാലിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം കൂടി ഈ വിധിന്യായത്തിൻ്റെ ഉള്ളടക്കമായി സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് സിദ്ദിഖുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ സർക്കാർ ആ ജാഗ്രത പുലർത്തിയോ ഇല്ലയോ? ശ്രീ വേണു, ഈ ഉത്തരവിനകത്ത് സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മുകളിൽ തീരുമാനമെടുക്കാതെ വളരെ നിഗൂഢമായ രീതിയിൽ തീരുമാനമെടുക്കാതെ ഒരു അനങ്ങാപ്പാറ നയം കൈക്കൊണ്ടതിനെ കോടതി വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് നാം ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായിട്ട് സർക്കാർ എതിർത്തു. ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതാണ് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സർക്കാർ ശക്തമായിട്ട് കോടതിയിൽ എതിർത്തതിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഇത് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നത്. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിഗൂഢമായ മൗനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പിന്നെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയതിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു
വളരെ ശക്തമായിട്ടുള്ളൊരു ഉത്തരവാണ്. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വെൽ റീസൺഡ് ആയിട്ടുള്ള ഉത്തരവാണ്. ഒഫൻസിനെ സംബന്ധിച്ച്, അതിൻ്റെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ക്രൂരതയെ സംബന്ധിച്ച് ഒക്കെ നല്ല ഗ്രാഫിക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഒഫൻസിൻ്റെ എല്ലാ കാഠിന്യവും വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഓർഡറാണ്. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയതിന് ശേഷം ശ്രീ സിദ്ദിഖിനെ സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ അവസരം എന്തുകൊണ്ട് ഒരുക്കി എന്ന് നാം ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം സുപ്രീം കോടതി എന്ന് വെച്ചാൽ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കോർട്ടല്ലേ. ഇദ്ദേഹം സെഷൻസ് കോടതിയെ അപ്രോച്ച് ചെയ്തില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ പോലെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്നു. അപ്പം ഫസ്റ്റ് അപ്പീൽ കോർട്ട് എന്നുള്ള നിലയിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് സമീപിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ നാം നിയമവ്യവസ്ഥയോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സത്തയോട് നീതി പുലർത്തുന്നതാവില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് മെല്ലപ്പോക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയില്ല. കോടതിയിൽ ഇത് കണ്ടസ്റ്റ് ചെയ്തുവെങ്കിൽ തന്നെയും വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ദുർബലമാക്കുവാൻ ശേഷിയുള്ള ഒരു കുറ്റാരോപിതനാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു തൂവൽ സ്പർശം നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കോടതിയിൽ വിഷയം എത്തുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കിയതിന് പുറത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ ലെറ്റ് ഹിം ഗോ. കോടതി അതെങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നോ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചോ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഭാഗികമായി താങ്കൾ ചൂണ്ടിക്കാട്ടിയതിനോട് ഞാൻ യോജിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ശ്രീ എം ആർ അഭിലാഷ് പറയുന്ന നിയമവശം ശരിയാണ്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ കാലയളവ് സിദ്ദിഖ് നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന രൂപത്തിൽ ഒരു സമീപനം സർക്കാർ എടുക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ആ ഇടവേളയും സിദ്ദിഖിന് അനുകൂലമാണെങ്കിൽ പോലും നിയമ നടപടിയാണ്. ആ ഘട്ടം ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതുമാണ്, അത് അനുവദിക്കുന്നു. അല്ലെങ്കിൽ അത് നടക്കട്ടെ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. സാങ്കേതികമായി ഈ രണ്ട് ഘട്ടങ്ങളും ശരി തന്നെ. ശ്രീ എം ആർ അഭിലാഷ് അത് ശരിയായി വിലയിരുത്തിയതും ചൂണ്ടിക്കാട്ടിയതും പോലെ. പക്ഷേ ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ശ്രീ പ്രിയദർശൻ തമ്പി, ഈ കോടതി ഉത്തരവ് സിദ്ദിഖിനെതിരാണ്. അതിൻ്റെ കാരണം പ്രോസിക്യൂഷൻ അത്ര ശക്തമായ ആ കാര്യങ്ങൾ വാദിച്ചതുകൊണ്ടുമാണ്. പ്രധാനപ്പെട്ട വാദങ്ങൾ സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ തന്നെയാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട്. ഇതെല്ലാം എന്താണ്, അടിയന്തരമായി ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുക എന്ന വാദമുഖങ്ങളാണ്. അത് കോടതി അംഗീകരിച്ചാൽ പിന്നെ അതിവേഗത്തിൽ ചലിക്കേണ്ട സർക്കാർ സംവിധാനത്തിൻ്റെ ബ്രേക്ക് ഇട്ടതാരാണ്? അല്ല, ഈ കേസിൻ്റെ നാൾവഴികൾ നമുക്കറിയാം. ഈ സിദ്ദിഖിനെതിരെ ഉള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ, ആരോപണം അത്തരത്തിൽ അതിജീവിത ഉന്നയിച്ചപ്പോൾ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആക്ട് ചെയ്യുകയും അതിൽ കേസെടുക്കുകയും ചെയ്തു. കേസെടുത്ത ഉടൻ തന്നെ സിദ്ദിഖ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യവുമായി സമീപിച്ചു. മുൻകൂർ ജാമ്യം ഒരാൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ അല്ലെങ്കിൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണെങ്കിലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെങ്കിലും അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഇൻ്ററിം ഓർഡർ ഇല്ലെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഒരു ജുഡീഷ്യൽ ഒരു പ്രീസിഡൻറ്റ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും സാധാരണഗതിയിൽ പോലീസ് ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം പെൻഡിങ് ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല നിയമപരമായി, പക്ഷേ അറസ്റ്റ് ചെയ്യാറില്ല. ആ മുൻകൂർ ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിരുന്നു. ആ ഹൈക്കോടതിയിൽ അതിജീവിതയ്ക്ക് വേണ്ടിയും അഭിഭാഷകനുണ്ടായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ തന്നെ ഹാജരാകുകയും ആ കേസിലെ ശക്തമായ റിട്ടേൺ ഒബ്ജക്ഷൻ തന്നെ ഫയൽ ചെയ്തുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലിനെ ഒപ്പോസ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ആ ഓർഡർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സമതല സ്പർശിയായ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ ഓർഡറിൽ ഈ കേസിലെ എല്ലാ വശങ്ങളും പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വശങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഡിലേ, ഈ കേസിലെ അതിജീവിത ഈ പരാതി ഉന്നയിക്കാനുണ്ടായ ഡിലേ ആണ് പ്രധാനമായും ചൂണ്ടിക്കാണിയത്. അതിനെല്ലാം ആൻസർ ചെയ്തുകൊണ്ട് വളരെ ബൃഹത്തായ കണ്ടൻറ്റുള്ള നിയമത്തിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിലൊരു കാര്യം ഇവിടെ ശരിയായ രീതിയിൽ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഒരു വ്യക്തിക്ക്, ഒരു പ്രതിക്ക് പറയാനുള്ള അവകാശമാണ്. കാരണം വീണ്ടും അയാൾക്ക് സുപ്രീം കോടതി പോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ ഡയറക്റ്റ് വരികയാണെങ്കിൽ, കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഈ പ്രതിയെ എവിടെയാണ് എന്ന് സ്കെച്ച് ചെയ്യാൻ
നമ്മുടെ പോലീസിന് ഇനിഷ്യൽ സ്റ്റേജിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ബലഹീനത തന്നെയാണ്. അത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഓർഡർ പറയുന്ന ദിവസം എന്നാണ് എന്ന് അറിയാം. ഓർഡർ പറയുന്നതിന് 2 ദിവസം മുമ്പ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ, സംസ്ഥാനത്തെ ഒരു നടി, പ്രമുഖയായ ഒരു നടി മരിച്ച ദിവസം ആ പ്രധാനപ്പെട്ട ചടങ്ങിൽ, മരണാനന്തര ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളോടൊപ്പം ആ മരണാനന്തര ചടങ്ങിൽ ഇരിക്കുന്നത് നമ്മുടെ കേരള സമൂഹമാകെ കണ്ടതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കേരള ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിരുന്നു. പിന്നെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തലേ ദിവസം ആപ്ലിക്കേഷൻ പെൻഡിങ് ഡിസ്പോസലിന് വെക്കുന്നതിൻ്റെ തലേ ദിവസം മുതൽ സ്കെച്ച് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം അറിയാം, നമ്മൾ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ അവർ പലപ്പോഴും പല കേസുകളിലും അവർ കാണാമറയത്തേക്കൊക്കെ ഒളിവിൽ പോയി കഴിഞ്ഞാൽ പോലീസിനെ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ എല്ലാ കേസുകളിലും പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സിദ്ദിഖിനെ പോലെ ഒരാൾക്ക് ഒളിവിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അയാളെ എല്ലാവർക്കും അറിയാമെന്നുള്ള വാദങ്ങളൊക്കെ നമുക്ക് ഉയർത്താമെങ്കിലും പല കേസുകളിലും പോലീസ് ഭീകരമായി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന പല കേസുകളിലും പോയി പ്രതികൾ അഭിഭാഷകൻ മുഖാന്തരം സറണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയി അറസ്റ്റ് വരികയോ ഒക്കെ ചെയ്യുന്ന 90% കേസുകളിലും അതാണ് സംഭവിക്കാറുള്ളത്. കാരണം ഒരാൾ ഒളിവിൽ പോകണമെന്ന് വിചാരിച്ച് മുമ്പിനാലെ തന്നെ ഒളിവിൽ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ കഴിയും. പക്ഷേ ഈ കേസിൽ, പർട്ടിക്കുലർ കേസിൽ ഇത് ഓർഡർ പറയുന്ന ദിവസം ഇന്ന പർട്ടിക്കുലർ ദിവസമാണെന്ന് അറിയാമായിരുന്നു. തലേദിവസം വരെ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുൻപിനാലെ തന്നെ അബ്സ്കോണ്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഒളിവിൽ പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ നേരത്തെ തന്നെ എവിടെയാണെന്ന് ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് കേരള പോലീസിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും തൊപ്പിയിൽ ഒരു തൂവലായി മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനിയും അതിനുള്ള അവസരമുണ്ട്. ഇനിയും അയാൾക്ക് സുപ്രീം കോടതിയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പോകാനുള്ള നഷ്ടപ്പെടുത്തിയ പോലീസിന്റെ തൊപ്പി എന്ന് പറയുന്നത് അത് യാദൃച്ഛ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ യാദർച്ഛികം അല്ലാതെ അതിനകത്തൊന്നും ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ ഉണ്ടാവേണ്ട യാതൊരു സാഹചര്യവും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഒരു സിനിമാ നടനെ, ഒരു ചലച്ചിത്ര നടനെ, ഒരു IG പോലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട 5 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ ഒരു ടീമിനെ ആരെങ്കിലും വിളിച്ച്, ഉന്നത രാഷ്ട്രീയ നേതൃത്വം വിളിച്ച് അറസ്റ്റ് ചെയ്തതെന്നോ എന്നും അത്തരത്തിലുള്ള മൂഢതമൊന്നും കാണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമൊന്നും നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇടപെടലൊന്നും ഒരിക്കലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഇതുപോലുള്ളൊരു കേസിൽ ഉണ്ടാകില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല. കാരണം അതൊക്കെ ലീക്കാക്കപ്പെടും. അതൊക്കെ നമ്മുടെ പൊതുസമൂഹം ഇത്തരത്തിൽ എല്ലാവരും CCTV ക്യാമറ അടിയിൽ പോലെ ഇത്രയേറെ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ഉള്ള ഈ ലോകത്ത് അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അതേ ലോകത്താണ് അതേ ലോകത്താണ് ഈ പോലീസിനെ കണ്ടെത്താൻ കഴിയാതെ സിദ്ദിഖ് ഇരിക്കുന്നത്. ശ്രീ പ്രിയദർശൻ തമ്പി, ഒറ്റ കാര്യമേ ഉള്ളൂ, അന്വേഷിച്ച് കണ്ടെത്തേണ്ട സംവിധാനം പോലീസാണ്. ആ പോലീസ് സംവിധാനത്തിന് അത് കണ്ടെത്തുക എന്ന തൂവലും കൂടി വേണ്ട, ആ പൊൻതൂവലും കൂടി വേണ്ട എന്ന നിലയിൽ നിൽക്കുകയാണ് അങ്ങീ പറയുന്ന മഹത്വമുള്ള ഈ അന്വേഷണ സംഘം, 5 അംഗ സംഘം, IG എന്നൊക്കെ പറയുന്ന ഈ മഹത്വങ്ങളുണ്ടല്ലോ, ആ തൂവലുകളൊക്കെ ഉള്ളൂ. യഥാർത്ഥത്തിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല നിർവഹിക്കുക വഴി കിട്ടുന്ന തൂവൽ അവർക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്നേ അവർ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് സിദ്ദിഖ്. ഇനി സിദ്ദിഖിനെ വേട്ടയാടി പിടിക്കേണ്ട കാര്യമില്ല, അത് അംഗീകരിക്കാം. പക്ഷേ അതിനിടയിലുള്ള ഒരു സാവകാശം അത് സിദ്ദിഖിന് സ്വാഭാവികമായി അവകാശപ്പെട്ടതായിരുന്നു എന്ന് കരുതാൻ കഴിയുമോ? അല്ല ശ്രീ വേണു, ഇതിൽ എല്ലാ കേസിലും ഇതുപോലെ തന്നെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാൽ എല്ലാ പ്രതികൾക്കും ഇതുപോലെ ജാമ്യ ഹർജി കോടതിയുടെ മുൻപിലിരിക്കുമ്പോൾ ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യമൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് വിഘാതമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ കൂടെ ഭാഗമാണ്. സിദ്ദിഖിന് അതിനുള്ള സാവകാശം കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുകേഷിന്റെ ജാമ്യം കോടതി അനുവദിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുക്കണ്ട എന്ന് സർക്കാർ തീരുമാനിക്കാൻ കാരണം എന്താ? സിദ്ദിഖിന് സാവകാശം കൊടുത്തു എന്നുള്ള വാദം അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാൾക്ക് അർഹതപ്പെട്ട ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് അർഹതപ്പെട്ട കാര്യമാണെന്ന് ഉള്ള വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഈ മുകേഷിൻ്റെ ജാമ്യം അനുവദിച്ചപ്പോൾ അതിനെതിരെ എന്തുകൊണ്ടാണ് കേരള സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുക്കാതിരുന്നത്? സമാനമായ ഒരു കേസാണല്ലോ, ബലാത്സംഗ കുറ്റം തന്നെയാണല്ലോ. അപ്പോൾ ആ കേസിൽ എന്തുകൊണ്ടാണ് സർക്കാർ അപ്പീൽ കൊടുക്കാതിരുന്നത്, പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുക്കാതിരുന്നത്? അത് മുകേഷ് LDFന്റെ MLA ആയതുകൊണ്ടാണോ?
സർക്കാരിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണോ? ബൃന്ദ കാരാട്ടും ആനി രാജയും എന്തിന് PK ശ്രീമതി പോലും പറയുന്നുണ്ട് സിദ്ദീഖ് മാറി നിൽക്കാൻ, അല്ല മുകേഷ് രാജിവെക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാത്തത്? അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. മറ്റാർക്കും ഇല്ലാത്ത പ്രിവിലേജുകൾ കേരളത്തിലെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാട്ടിയ കാര്യമോ ഈ അന്വേഷണ സംഘത്തിന് രാഷ്ട്രീയ ഭരണ നേതൃത്വം ഒരു നിർദ്ദേശം കൊടുക്കുക സിദ്ദിഖിനെ തൊടണ്ട എന്ന്, അങ്ങനൊരു കാര്യം ഈ കാലത്ത് സംഭവിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കുന്നത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ഒരു ADGPയെ കൊണ്ട് പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയ ഒരു സർക്കാരിന് ഇത്തരത്തിൽ ഇടപെടൽ നടത്താൻ വേറെ മറയും അല്ലെങ്കിൽ ഒളിവൊന്നും വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കേരളത്തിലാണല്ലോ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ADGP കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയൊക്കെ പല കാര്യങ്ങളിലും നമ്മൾക്ക് സംശയത്തിൻ്റെ ഇട നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഈ സാധാരണയിൽ കവിഞ്ഞ ഈ സംയമനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്, ഇത്രയും വിവര സാങ്കേതിക സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിദ്ദിഖിനെ കാണാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പോലീസ് ചില സംയമനം കൂടുതൽ, സാമാന്യത്തിൽ കൂടുതലുള്ള സംയമനം പോലീസ് പാലിച്ചിട്ടുണ്ട്. കോടതി ഇടക്കാല ഉത്തരവ് എന്നുള്ള നോട്ട് ടു അറസ്റ്റ് പറയാത്തൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരിക്കൽ പോലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല എന്ന് മാത്രമല്ല പരാതിക്കാരിയുടെ പരാതി പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. പരാതിക്കാരി പരാതി കൊടുത്തതിന് ശേഷം സിദ്ദീഖ് ഒരു പരാതി DGPക്ക് കൊടുക്കുകയും അതിനെ കുട്ടിഘോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പരാതിക്കാരിയുടെയും അല്ലെങ്കിൽ പരാതിക്ക് കാരണക്കാരനായിട്ടുള്ള സിദ്ദീഖിന്റെയും ഇതിന്റെ ന്യായവും അന്യായവും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ജനങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ജെയ്ക് സി തോമസും ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ജെയ്ക്ക്, ഈ സുപ്രീം കോടതിയിലേക്ക് സിദ്ദീഖ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യമില്ല, പോലീസിന് ഇനി യഥാർത്ഥത്തിൽ വിശ്രമിക്കാം. പക്ഷേ ഇതുവരെ അവിശ്രമം സിദ്ദീഖിനെ പിന്തുടരുകയായിരുന്നു അവർ എന്ന് പറയാൻ എന്തെങ്കിലും ന്യായം മുന്നിലുണ്ടോ? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ രാജ്യത്തെ തന്നെ സിനിമാ മേഖലയിൽ അസാധാരണമായ ചില കോളുകളൊക്കെ ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ അതിൻ്റെ പശ്ചാത്തലമുണ്ട്. പക്ഷേ തുടർച്ചയിൽ അത്തരം ഘട്ടങ്ങളിലേക്ക് കടങ്ങൾ നമുക്കാവാം. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളതൊക്കെ കേരളത്തിലെ സർക്കാരിനാൽ നയിക്കപ്പെടുന്ന പോലീസും നിയമ സംവിധാനങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ആരോപണ വിധേയനായി ചലച്ചിത്ര താരത്തിന് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിനുള്ള അർഹത കോടതി റദ്ദ് ചെയ്യുകയും അദ്ദേഹം നിയമത്തിൻ്റെ വഴിയിൽ കൂടുതൽ കാർക്കശ്യത്തോടുകൂടെ സമീപനത്താൽ സ്വീകരിക്കപ്പെടേണ്ടവനാണ് എന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്നു വരുന്ന നരേഷൻ എന്താണ്? ഈ സമയത്ത് അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു സഹായം ഈ ആരോപണ വിധേയനായിട്ടുള്ള നടന് മുൻകൂർ ജാമ്യം കോടതി റദ്ദ് ചെയ്യപ്പെട്ട നടന് നൽകി എന്നുള്ളതാണ്. അത്തരമൊരു വിലയിരുത്തലിന് സാധ്യതയുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നു ഈ കേസിലെ സർവൈവർ അഥവാ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അവരുടേതായ ഒരു പ്രതികരണം നൽകുമ്പോൾ ഐ ആം ഹാപ്പി, അതായിരുന്നു അവരുടെ പ്രതികരണം. അതായത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും അതോടൊപ്പം പോലീസും നിയമ സംവിധാനങ്ങളും സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിൽ അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്ന വാചകങ്ങൾ, അതിൻ്റെ വാർത്താ ചിത്രങ്ങളാണ് അല്പനേരത്തിന് മുമ്പ് നമുക്ക് കാണാനായത്. എന്താണ് ഈ കാര്യങ്ങളിൽ നിയമപരമായി കോടതി സമക്ഷവും അല്ല പുറത്തും കേരളത്തിലെ സർക്കാർ നിയമ സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള 2 സുപ്രധാനമായ നടപടിക്രമങ്ങൾ എന്താണ്? ഇന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു വിവരം ബ്രേക്ക് ചെയ്ത് കിട്ടുന്നത്. ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത്. കേരളത്തിൽ ഈ നടന് രക്ഷപ്പെട്ട് വിദേശത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അത് ഇന്ന് പുറപ്പെടുവിച്ച നോട്ടീസാണോ? അങ്ങ് ആ സർവൈവറോട് ചോദിക്കണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായിട്ടുള്ള അങ്ങേക്ക് കൂടെ അറിയാവുന്ന നമ്മുടെ നാട്ടിലെ നിയമവിദഗ്ധർ, അഭിഭാഷക പണ്ഡിതന്മാരുണ്ടല്ലോ, അവരോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഈ നടൻ കോടതി സമക്ഷം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത ദിവസം തന്നെ കേരളത്തിലെ പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു? എന്തുകൊണ്ടാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്? വേണമെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മുങ്ങി രക്ഷപ്പെടാം. പക്ഷേ എന്താണ്, ആ ദിവസം തന്നെ അത്തരമൊരു അനുഭവം ഇല്ലാതാക്കുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലിനായി കോടതി സമക്ഷം എത്തിയ ദിവസം തന്നെ ഈ നടൻ കേരളത്തിലെ ഒരു വിമാനത്താവളത്തിലൂടെയും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന കർശനമായ തീരുമാനം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയും സർക്കാരും അതുമായി ബന്ധപ്പെട്ട വകുപ്പും സ്വീകരിക്കുന്നു. പിന്നീട് ഇന്നുണ്ടായ അനുഭവം എന്താണ്? സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ അഭിഭാഷക രംഗത്ത് അല്പം കൂടെ പ്രാവീണ്യവും പ്രാഗൽഭ്യമുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. വേണമെങ്കിൽ ഇൻട്രീം ഓർഡർ നൽകാം. ഇൻട്രീം ഓർഡർ നൽകുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് നടത്തിയത് എന്താണ്? അവർ കവേറ്റ് ഫയൽ ചെയ്തു. കവേറ്റ് ഫയൽ ചെയ്താൽ ഏകപക്ഷീയമായി ഒരു ഇൻട്രീം ബെയില്
ഒരു താൽക്കാലിക ജാമ്യം ഇദ്ദേഹത്തിന് നൽകുക അസാധ്യമാണ്. കവൈറ്റ് ഫയൽ ചെയ്തതിലൂടെ കേരളത്തിലെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള അഭിഭാഷകനാരാണ്? സുപ്രീം കോടതിയിലെ ഏറ്റവും ഉന്നതമായ അഭിഭാഷകനാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുമ്പോഴും കേരളം കവൈറ്റ് ഫയൽ ചെയ്തതിലൂടെ ഈ അതിജീവിതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കവൈറ്റ് ഫയൽ ചെയ്തതിലൂടെ വിത്തൗട്ട് ഹിയറിംഗ് ദ ബോത്ത് സൈഡ്സ്, അതിജീവിതയുടെ വാദമുഖങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായ ഒരു ജാമ്യ ഉത്തരവും ഈ നടന് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അതിജീവിതയെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അതിജീവിത ആ അനുഭവത്തിന്റെ ഈ സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കിയപ്പോഴാണ് അവർ പറയുന്നത് ഐ ആം ഹാപ്പി, ഞാൻ സന്തുഷ്ടയാണ് ഇതേവരെയുള്ള സമീപനങ്ങൾ, സർക്കാരിന്റെയും നിയമ നടപടിക്രമങ്ങളുടെയും വ്യവഹാരങ്ങളിൽ. ഇനി നമ്മളുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ ചലച്ചിത്ര താരം ഇതേപോലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായല്ലോ. എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടതായി വന്നു? അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതി 7.5 വർഷത്തിന് ശേഷമാണ്, അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് ഇറങ്ങി പുറപ്പെട്ടു വന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ പൂർണ്ണമായ വാദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങളെയും പോലീസിനെയും സംബന്ധിച്ച് വിമർശിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഇവരുടെ അക്കാര്യത്തിലുള്ള സമീപനം? അവതാരകൻ എന്ന നിലയിൽ അങ്ങ് ഓർക്കുന്നില്ലേ? അങ്ങനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർവരാലും വെറുക്കപ്പെട്ട ഒരു നടനെ ചുവപ്പ് പരവതാനി വിരിച്ച് അയാളോടൊപ്പം ഫോട്ടോ എടുത്ത് ആലുവ നഗരസഭയുടെ വാർഷികത്തിന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരണം കൊടുത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്? ഇനി ഇപ്പോഴത്തെ ആരോപണ വിധേയനായ നടനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് ജയിലിൽ ഇട്ടാലോ? ഇവരെന്തിനു വേണ്ടി വെള്ളം വെക്കും? ഇവർ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ജയിലിൽ പോയി പരവതാനി വിരിക്കും. അദ്ദേഹത്തിന് പാർലമെന്റിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാമോ എന്ന് പരിശോധന നടത്തും. അദ്ദേഹത്തിന് നിയമസഭയിലും പാർലമെന്റിലും മത്സരിക്കാൻ ഏതൊക്കെ മണ്ഡലം സുരക്ഷിതമായി കൊടുക്കാമെന്ന് ആലോചന നടത്തും. ഇതൊക്കെ നടത്തിയിട്ടുള്ളവരല്ലേ ഇവർ? എന്താ ഇവർക്ക് അക്കാര്യത്തിലുള്ള സമീപനം? ആ കാര്യങ്ങളെ സംബന്ധിച്ച് കാസ്റ്റിംഗ് കൗച്ചും ഇതേപോലെയുള്ള കാര്യങ്ങളും വന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഹേമ കമ്മിറ്റിക്ക് ശേഷമല്ലേ? കോൺഗ്രസിനുള്ളിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ AICC അംഗത്തെ? പറഞ്ഞ AICC അംഗത്തെ നിങ്ങൾ പുറത്താക്കിയവരല്ലേ? എന്നിട്ടാണ് നിങ്ങൾ വന്നിരുന്ന സ്ത്രീപക്ഷ സുരക്ഷയ്ക്കും സിനിമാ മേഖലയിലെ സത്യസന്ധതയ്ക്കും വേണ്ടി നിങ്ങൾ ശബ്ദം വെക്കുന്നത്. നിങ്ങളുടെ കാലയളവിൽ ഉണ്ടായ അനുഭവമല്ല കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും പോലീസിംഗ് സംവിധാനത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നത്. മനസാക്ഷിയുടെ കോടതി എന്നല്ല പറയുന്നത്. കുറ്റകരമായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ച ദിവസം, അതിന്റെ ഡേറ്റ്, അതിന്റെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ പ്രോസിക്യൂഷൻ ഇടതടവില്ലാതെ നല്ല കരുത്തോടുകൂടെ അവതരിപ്പിച്ചപ്പോഴാണ് മറ്റു പലർക്കും കിട്ടിയ ആന്റിസിപ്പേറ്ററി ബെയിൽ ഈ നടനെ മാത്രം കിട്ടാതെ പോയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജാമ്യം നീതിയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മുടക്കാൻ കേരളത്തിലെ സർക്കാരിനും പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചാലും, ഏത് കോൺഗ്രസ് ആഫീസ് അതിനുവേണ്ടി താവളം ഒരുക്കിയാലും അവിടെ നിന്ന് കുറ്റാരോപിതൻ ഈ പറയുന്നത് പോലെ കോടതി ജാമ്യം നിഷേധിച്ചയാൾ അയാൾക്ക് പോലീസിന്റെ കൈവലയത്തിലാകേണ്ടതായി വരും. ഒരു സംശയം വേണ്ടതില്ല. ശരി, ഞാൻ ജിൻഡോയിലേക്ക് വരാം. എനിക്ക് അതിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, ജയിക്കിനുള്ള മറുപടി. വേണു, എനിക്ക് അദ്ദേഹത്തോട് ഒരു മറുപടി പറയാനുള്ളത്, എനിക്ക് തന്ന അവസരത്തിലൊക്കെ ഈ പറഞ്ഞ ആരോപണ വിധേയരുടെ അടക്കം പേര് പറയാൻ മടി കാണിച്ചില്ല. അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ഒന്നും പേര് പറയാതെ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് ആക്ഷേപം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് CPM-ഉം പിണറായി വിജയനുമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ഈ പറഞ്ഞ പരാതിക്കാർ പരസ്യമായിട്ട് രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി പ്രഖ്യാപിച്ച കോൺക്ലേവിൽ ഇതേ പറഞ്ഞ പീഡകരൊക്കെ നിൽക്കുമായിരുന്നില്ലേ? ഈ പീഡകർ കോൺക്ലേവിൽ ഒരു പക്ഷത്തും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ മറുപക്ഷത്തും ഇരിക്കുമായിരുന്നില്ലേ? അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? ഞങ്ങളൊക്കെ വലിയ ജാഗ്രതയോടുകൂടി അതിനെ എതിർത്തത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു. മുകേഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇനി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക മാത്രമാണ് കേരള പോലീസിന്റെ ഉത്തരവാദിത്തം? അവർ ജാമ്യ ഹർജി കൊടുക്കട്ടെ, ജാമ്യം കിട്ടുന്നവരെ കാത്തിരിക്കാം, കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകട്ടെ, കാത്തിരിക്കാം എന്നാണോ ബലാത്സംഗ കേസിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം? അങ്ങനെയാണോ? ഇനി നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് പരസ്യ പ്രസ്താവന പോലും വന്നപ്പോൾ അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് ആദ്യം കയറി പ്രഖ്യാപിച്ച ആളുടെ പേര് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്നാണ്. അതിനുശേഷം വലിയ സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴാണ് ആ കേസിൽ അന്വേഷണം നടക്കുന്നതും ഈ പറഞ്ഞ പ്രതികളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിച്ചു, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസിന് അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാതിരുന്നത്? കേരള പോലീസിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, അതിന് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു കൊണ്ടാണോ? രണ്ടിലൊരു വാദം അംഗീകരിക്കേണ്ടി വരും. ഒന്നുകിൽ കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ല, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞത് കോൺഗ്രസിൽ ഇല്ലാത്തൊരു കാര്യമാണ്, കള്ളമായിരുന്നു. രണ്ടിലേതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണം. പിന്നെ അടുത്തത് നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസിൽ അങ്ങനെയാണെന്ന്. കോൺഗ്രസിൽ തീവ്രത അളക്കണ യന്ത്രമൊന്നുമില്ല. ഇത്തരം പരാതികൾ വന്നാൽ നിയമത്തിന് വിധേയമാകണം, കോടതിക്ക് മുമ്പിൽ പോകണമെന്ന കോൺഗ്രസിന്റെ നിലപാട്. ആരോപണ വിധേയരെ കോടതിയുടെ മുമ്പിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത് വരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആർജവം കാണിച്ച പ്രസ്ഥാനത്തിന്റെ പേരാ കോൺഗ്രസ്.
നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? മുകേഷിന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? നിങ്ങൾ എന്തുകൊണ്ടാണ് മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അപ്പീൽ പോകണ്ടെന്ന് നിങ്ങളുടെ സർക്കാർ തീരുമാനിച്ചത്? മുകേഷിന്റെ ജാമ്യത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് അപ്പീൽ കൊടുക്കാൻ തോന്നാത്തത്? ആ ഒറ്റ കാര്യത്തിൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ജിൻഡോ വഴങ്ങുകയാണ് എങ്കിൽ എനിക്ക് ജയിക്കിനോട് ചോദിക്കാനുണ്ടെന്നിട്ട് ഞാൻ മറ്റതിലേക്ക് പോവാം. ജയിക്ക് അതിനുള്ള നേരിട്ടുള്ള മറുപടി. ഞാൻ പറഞ്ഞു, ഈ കേസ് ഉൾപ്പെടെയുള്ള ഏത് കാര്യങ്ങളിലും കോടതി സ്വീകരിച്ച സമീപനം എന്താണ്? കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, അക്കാര്യത്തിനകത്ത് ഇതേപോലെ തന്നെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് എല്ലാ കേസിലും അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച കൊല്ലം MLA-ക്കെതിരെ മാത്രമല്ലല്ലോ പരാതി വന്നത്, മറ്റ് ആളുകൾക്കും മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലേ? ആ കേസിലൊക്കെ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? അവരുടെ രാഷ്ട്രീയ താല്പര്യം ഏതായാലും ആ രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം സർക്കാർ പ്രോസിക്യൂഷൻ വാദം ഭംഗിയായി കരുത്തോടുകൂടെ ഒരു അപ്പീൽ പോകാത്തതിന്റെ കാരണം എന്താണ്? പക്ഷേ കോടതി വസ്തുതകൾ വിശകലനം ചെയ്തപ്പോൾ രണ്ടു കൂട്ടരെയും വാദം കേട്ടപ്പോഴാണ് കേട്ടില്ല. അപ്പീൽ പോകാത്തത് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, കോടതിയുടെ മുമ്പാകെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അല്ല, അത് സെഷൻസ് കോടതി. അതല്ലല്ലോ രാജ്യത്തെ അവസാനത്തെ കോടതി. അപ്പീൽ പോകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ജയിക്ക് ഒരു സെക്കൻഡ്, എന്ന് മാത്രമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘം പറയുകയുണ്ടായിട്ടുണ്ട്, ഇതിൽ ഈ പറയുന്ന അതിജീവിതയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിധിയാണ് മുകേഷുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അനാവശ്യമായി വസ്തുതകളിലേക്കൊക്കെ കടന്നുകൊണ്ടുള്ള വിശദമായ വിധി പ്രസ്താവമാണ്. ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ അസാധുവാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് സെഷൻസ് കോടതി ജഡ്ജിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ കെട്ടിയുയർത്തിയ കഥ മുഴുവൻ ഒരാധാരവും ഇല്ലാത്തതാണ് എന്ന വലിയ തിരിച്ചടി ആ വിഷയത്തിൽ നേരിട്ടിട്ട് എന്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോയില്ല? ഞാൻ പറയുന്നു, ഇപ്പോൾ അങ്ങ് സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ വിധി പ്രസ്താവം പുറപ്പെടുവിച്ച ന്യായാധിപനെയും വിമർശിക്കുന്നു. ഞാനിപ്പോൾ ആ കേസിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ആ പരാതിയുടെ സ്വഭാവത്തിൽ ആ ചലച്ചിത്ര നടൻ കൊല്ലത്തിന്റെ MLA അദ്ദേഹം ഹാജരാക്കിയ തെളിവുകളുടെ സ്വഭാവം എന്തായിരുന്നു? അത് എനിക്ക് അങ്ങേക്കും അറിവുള്ളതല്ലേ? ആ തെളിവുകളും മറ്റു കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ കോടതിയുടെ ന്യായാധിപൻ വിധി പ്രസ്താവം ചെയ്തിട്ടുള്ളത്. ആ വിധി പ്രസ്താവത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന് അപ്പീൽ പോകേണ്ടതില്ല എന്ന് സർക്കാർ പ്രതി കൊണ്ടുവന്ന തെളിവിന്റെ ബലം എന്നതിനെ പറ്റിയുള്ള അങ്ങയുടെ അഭിപ്രായമായിരുന്നില്ല. ഞാൻ ചോദിച്ചത്, അങ്ങയുടെ തന്നെ ഒരു വാദഗതി ഉണ്ടല്ലോ, സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോയാൽ അവിടെ ഏകപക്ഷീയമായി ഒരു വിധി ഉണ്ടായിക്കൂടാ അയാൾക്ക് അനുകൂലമായി, അതുകൊണ്ട് അതിജീവിത പോകുന്നു, സർക്കാരും പോകുന്നു, മുതിർന്ന അഭിഭാഷകൻ തന്നെ അവിടെ എത്തും, അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിധി പ്രസ്താവം ഉന്നത നീതിപീഠത്തിൽ നിന്നുണ്ടാകില്ല പ്രതിക്കുന അനുകൂലമായി എന്നത് ഉറപ്പുവരുത്തുന്നു എന്ന നിങ്ങളുടെ ജാഗ്രതയില്ലേ? അത് മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന് അനുകൂലമായ ജാഗ്രതയാകുന്നു എന്നതാണ് ജിൻഡോയുടെ വിമർശനം. ആ വിമർശനം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അത് ഇരുന്നു കൊള്ളട്ടെ, അദ്ദേഹത്തിന് ആ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അങ്ങിപ്പോൾ പ്രതി കൊണ്ടുവന്നത് എന്ന് വിശേഷിപ്പിച്ചത്, പ്രതിയോ വാദിയോ ആവട്ടെ, ഇവർ കൊണ്ടുവന്നത് എന്ന് വിശേഷിപ്പിച്ച തെളിവുകളുടെ സ്വഭാവം എന്തായിരുന്നു? ആ കേസിൽ ഈ പറയുന്ന പോലെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള വാദിഭാഗം നടത്തിയിട്ടുള്ള അഭിമുഖത്തിലെ സംഭാഷണം ഞാനും നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഏതൊക്കെ തരത്തിലായിരുന്നു അവർ ആ അഭിമുഖ സംഭാഷണത്തിൽ പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പണം സ്വീകരിച്ചതിനെ സംബന്ധിച്ചും മറ്റോഫറുകൾ സ്വീകരിച്ചതിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിട്ടില്ലേ? ഞാനിപ്പോ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല, കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. അത്തരം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അല്ലല്ല, അതൊക്കെ ഈ വിധി പ്രസ്താവം, സിദ്ദിഖിനെതിരെ വന്നിരിക്കുന്ന വിധി പ്രസ്താവം വായിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ നിയമപരമായ തലം എത്രമാത്രം ഉയർന്നതാണ്, അത് ഇരയ്ക്ക് അനുകൂലമായി എത്രമാത്രം ഉയർന്നതാണ് എന്ന് ആ വിധിവാക്യങ്ങളിലുണ്ട്. എന്ന് മാത്രവുമല്ല, ജയിക്കിന് അറിയാമല്ലോ, സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്ന കേസ് എന്താണ്? ഈ ഭർത്തൃ ബലാത്സംഗത്തിലെ ഇളവ് ഒഴിവാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത്. കേന്ദ്രം അതിൽ ഒരു മുട്ടുന്യായവുമായി ഇതിൽ ഇപ്പോഴും മറുപടി കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി അത് പരിശോധിക്കുകയും കേന്ദ്രത്തിൻ്റെ നിലപാട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തലം നാം വിചാരിക്കുന്ന പരിമിതമായ വൃത്തങ്ങളിലല്ല. കോടതി ഇടപെടലിലൂടെ അതൊരു ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇവിടെ ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ കാര്യം ജയിക്ക് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പ്രതി ഇത്തരം നീക്കങ്ങൾ നടത്താനിടയുണ്ട്. ജയിക്ക് വരാം, അടുത്ത റൗണ്ടിൽ വരാം. ഈ പറയുന്ന പ്രതി ഇങ്ങനെയൊക്കെ നീങ്ങാനിടയുണ്ട് എന്നതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ജാഗ്രതായ ഒരു സമീപനം തന്നെയാണ്. അതല്ലാതെ ഇന്നലെ ഇരുട്ടി വെളുക്കുമ്പോൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നതുമല്ല ലുക്കൌട്ട് നോട്ടീസ്. അത് ജയിക്ക് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ മുൻകരുതലുകളെല്ലാം സാർ ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന അടുത്ത നിമിഷങ്ങളിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമായി ഇതിൻ്റെയൊക്കെ മെറിറ്റ് ചുരുങ്ങി പോവുകയല്ലേ ഈ ലുക്കൌട്ട് നോട്ടീസ് അടക്കം? ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള പ്രതിരോധമാണ്.
പോകേണ്ട, അയാൾക്ക് ഇവിടെ തന്നെ സുഖകരമായി ഇരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനെന്നേ വിദേശത്തേക്ക് പോകേണ്ട കാര്യം? ആ സാഹചര്യം ഒരുക്കുന്ന സംവിധാനത്തിന്റെ ഈ പറയുന്ന നിലപാട് അതിവിടെ വിമർശിക്കപ്പെടേണ്ടതല്ലേ ശ്രീ എം.ആർ. അഭിലാഷ്? ഒറ്റക്കാര്യം കൂടി, അങ്ങ് പറയുകയുണ്ടായി സുപ്രീം കോടതിയിലേക്ക് പോകാമെന്ന്. പ്രതികൾക്ക് ഇത്തരം ഒരുപാട് അനന്തമായ സാധ്യതകളുണ്ട്. പൾസർ സുനിക്കുമുണ്ട്. പക്ഷെ പൾസർ സുനിയെ എവിടെ വെച്ചാണ് പോലീസ് പിടികൂടിയത് എന്ന് അങ്ങേക്കറിയുന്നതാണ്. അതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ 7.5 കൊല്ലത്തിന് ശേഷമേ അയാൾക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രതിക്ക് നിയമപരമായ ഒരുപാട് സാധ്യതകളുണ്ടാകാം. എന്നാൽ നിയമത്തിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്തം സർക്കാരും പ്രോസിക്യൂഷനും പോലീസും ചെയ്തോ ഇല്ലയോ എന്ന ചോദ്യം ഉയരുന്നില്ലേ സിദ്ദിഖിന് കിട്ടിയ ഈ ഇടവേളയുടെ ആനുകൂല്യം പരിശോധിക്കുമ്പോൾ? ശ്രീ വേണു, അങ്ങ് പല ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒന്നിന് ശേഷം മറ്റൊന്നിലേക്ക് പോകാം. ആദ്യം അങ്ങ് ചോദിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷം എന്തുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു വലിയ ഗൗരവകരമായിട്ടുള്ള ചോദ്യം അങ്ങ് ചോദിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ പ്രസക്തമാകേണ്ടത്, ഇവിടെ ഇര പരാതി നൽകിയതിന് ശേഷം നാളുകളോളം പറഞ്ഞ് അറിയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ സിദ്ദിഖിനെ, കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാൻ പോലും ഒന്ന് വിളിപ്പിക്കുകയുണ്ടായിട്ടില്ല. ഇതിനകത്ത് വളരെ ശക്തനും വളരെ പ്രബലനും സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനശേഷിയുള്ളയാളുമായ കുറ്റാരോപിതൻ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടയിടുവാനോ അദ്ദേഹത്തിനെ പോലീസ് സമ്മൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുവാനോ ഒന്നും തന്നെ ശ്രമിച്ചതായിട്ട് അറിവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിലും അതുവരെ ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഇത്രയും വർഷങ്ങൾക്കിടയിൽ കേസ് വരുമെന്നൊരു ഭീതി കുറ്റാരോപിതനും ഉണ്ടായിരുന്നില്ല. പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവ് നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏതൊരു വ്യക്തിയും സ്വന്തം ഡിഫൻസ് ശക്തമാക്കുവാൻ ശ്രമിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ചടുലമായ രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു ഇടപെടലുണ്ടായില്ല എന്നൊരു പരാതി വന്നാൽ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സെഷൻസ് കോടതിയുടെ ശ്രീ മുകേഷിൻ്റെ കാര്യത്തിൽ ജാമ്യം തീരുമാനത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് വന്നില്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാനതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം ഇവിടെ മുകേഷ് എന്ന് പറയുന്നത് മറ്റൊരു കുറ്റാരോപിതൻ മാത്രമല്ല, ഭരണകക്ഷി MLAയും കൂടെയാണ്. അവിടെ സ്ത്രീപക്ഷത്തിന് വേണ്ടി നാം എപ്പോഴും വാദിക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ വളരെ ഗൗരവകരമായി കേസിൻ്റെ ഫൗണ്ടേഷൻ തന്നെ, മുകേഷിനെ വേട്ടയാടണമെന്നല്ല ഞാൻ പറയുന്നത്, കേസിൻ്റെ ഫൗണ്ടേഷനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലൊരു തീരുമാനം വരുമ്പോൾ ഈ അധികാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അപ്പീൽ പോകുന്നില്ല എന്നൊരു പൊതുബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും അവിടെ അപ്പീലിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഹൈക്കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് സിദ്ദിഖിനെ എത്രയും ലുക്കൗട്ട് സർക്കുലറൊക്കെ എല്ലാം തയ്യാറാക്കി വെച്ചത് ചെറിയ കാര്യമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഫോർസൈറ്റാണ്. ഒരു തരത്തിലും രാജ്യം വിട്ടു പോകരുത് എന്നുള്ള ചടുലമായ നീക്കമാണ്. അതിനെയൊക്കെ പൂർണ്ണമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഹൈക്കോടതി ഓർഡർ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാം മാധ്യമങ്ങൾ വഴിയൊക്കെ ശരിക്കൊരു പോലീസ് മാത്രമല്ലായിരുന്നു വേട്ടയാടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ സിദ്ദിഖിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകരുത്. സുപ്രീം കോടതിയിൽ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കേസുകളിലും ഇങ്ങനെ അല്ലല്ലോ ചെയ്തത്. നാം ഒരു വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ്. സമാനമായിട്ടുള്ള പല കേസുകളിലും നമുക്കറിയാം സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേ ഓഫ് അറസ്റ്റ് ഉത്തരവ് ഇൻ്ററിം ഓർഡറായിട്ട് പാസ്സാക്കിയുണ്ടായി. അത് പലപ്പോഴും പാസ്സാക്കാറുണ്ട്. അത് കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ്. ഇത് ശക്തമായൊരു ഉത്തരവാണ്. ഈ കേസിൽ സുപ്രീം കോടതി എങ്ങനെ പാസ്സാക്കുമെന്നല്ല പറയുന്നത്. ഇതിനകത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ ഡിലേ ഒരു പക്ഷേ 17 ബെഞ്ചുകളുണ്ട് ശ്രീ വേണു. ഓരോ ബെഞ്ചും പ്രിസൈഡ് ചെയ്യുന്ന ന്യായാധിപർക്ക് ഇത് ഈ വിഷയത്തെയൊക്കെ സംബന്ധിച്ചിട്ട് അവരുടേതായിട്ടുള്ള വളരെ നിഷ്പക്ഷമായിട്ടുള്ള വസ്തുതയിലൂന്നിയ മാധ്യമങ്ങളിൽ സ്വാധീനിക്കപ്പെടാത്ത, കാരണം ഇതൊരു പ്രാദേശികമായിട്ടുള്ളൊരു വിഷയമാണ്, ധാരണയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിയമപരമായ വിഷയങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരു ഉത്തരവ് പാസ്സാക്കാം. പക്ഷേ അദ്ദേഹം കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ട് അവസരമൊരുക്കി എന്ന് ചോദിക്കുമ്പോൾ ഇത് ഫസ്റ്റ് അപ്പീൽ കോർട്ടായിട്ടാണ് ഇവിടെ സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പീൽ മാത്രമല്ല, ഇതൊരു പ്രത്യേക അനുമതി ഹർജി തന്നെയാണ്.
വരികയാണ്. അപ്പോൾ അതിന് ശേഷം ഉത്തരവ് പാസ്സാക്കിയതിന് ശേഷം ഒരലംഭാവം ഉണ്ടായി എന്ന രീതിയിലൊരു വ്യാഖ്യാനം അതിനോടൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഒരു പക്ഷേ മാധ്യമങ്ങളിലെ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ കൈയടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നത് യുക്തിസഹമാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുടെ പരിഗണനയിൽ വരികയാണെങ്കിൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ, ഇപ്പം വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്യപ്പെടും ഇങ്ങനെ അർജൻറ്റായിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ തന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മെൻഷൻ ചെയ്യാം. ഡിഫക്ട്സ് പെട്ടെന്ന് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ലിസ്റ്റിങ്ങിലേക്ക് പോകും. മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു കേസ് തന്നെയാണെന്നിരിക്കെ, അപ്പോൾ ഈ ഒരു അടുത്ത ഒരു 24 മണിക്കൂർ കൊണ്ട് സുപ്രീം കോടതി ശ്രീ സിദ്ദിഖിനെ കേൾക്കരുത് എന്ന തരത്തിൽ നാം ഒരു വേട്ടയാടുന്നത് അതൊരു പക്ഷേ നിയമപരമായിട്ടുള്ള ഒരു അനൗചിത്യമായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ? പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സുപ്രീം കോടതി പെൻഡിങ് ആയിട്ടുള്ള കേസ് ഇൻഫ്രാക്ച്വസ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹൈ ഹാൻഡഡ്നെസ് പോലീസ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഔചിത്യം. ഫസ്റ്റ് അപ്പീൽ കോടതി, അതും ഒരു പ്രത്യേക അനുമതി ഹർജി, അവർ കേട്ട് വെള്ളിയാഴ്ച തീരുമാനിക്കുന്നത് വരെ നാം വെയിറ്റ് ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ. പ്രതികാര വാഞ്ചയോടുകൂടി അങ്ങനെ ഒരു വേട്ടയുടേതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എന്നൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭിപ്രായമില്ല. ശരി, പക്ഷെ അങ്ങ് ശരിയായി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതികാര വാഞ്ചയോടെ അല്ലാതെ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. അത് എത്രമാത്രം കാര്യക്ഷമമായി ചെയ്തു എന്നത് പരിശോധനാർഹവുമാണ്. ജിൻഡോ, ഇവിടെ ഈ സെഷൻസ് ജഡ്ജിയുടെ വിധിന്യായത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ജയിക്കിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നതിനെ നാം വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അനാവശ്യമായ നുണ ജയിക്ക് പറയില്ലല്ലോ. പക്ഷേ ജയിക്ക് ചൂണ്ടിക്കാട്ടി ഒരു കാര്യമുണ്ട്, ആ അതിജീവിതയും ഈ അതിജീവിതയും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായ സവിശേഷതകളിലേക്കല്ല കേട്ടോ പോകുന്നത്. ഒരു കേസ് ബിൽഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും ശക്തമായൊരു വിധി ഹൈക്കോടതിക്ക് നൽകാൻ കഴിഞ്ഞത് തന്നെ ഈ അതിജീവിത അത്ര ശക്തമായാണ് ആ കാര്യങ്ങൾ നിരത്തിയിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണ സഹിതം ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾക്കും അത്രയും ബലവത്തായ ഒരു പശ്ചാത്തലം കിട്ടുകയും ചെയ്തു. ആ വ്യത്യാസം കാണേണ്ടതല്ലേ? അല്ല വീണ്ടും ഞാൻ അതിൽ തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും നമ്മൾക്ക് കിട്ടുന്ന മാധ്യമ വാർത്തകൾ നമ്മുടെ അറിവിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ഇത് പറയുന്നത്. കോടതിയിലാണ് ഇത് ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത്. ഈ കൊടുക്കുന്ന തെളിവുകളുടെ ബലവും എത്രത്തോളം സത്യസന്ധമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഓരോരുത്തരും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണമെന്നില്ലേ യാഥാർത്ഥ്യം. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ജയിക്ക് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതായത് ഈ പ്രതിക്ക് എതിരായിട്ട് പ്രതി ഹാജരാക്കിയ തെളിവുകളുടെ ബലത്തിലാണ് മുകേഷിന് അനുകൂലമായിട്ട് ജാമ്യം കിട്ടിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പീൽ കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പ്രതി ഹാജരാക്കിയ തെളിവുകൾക്ക് അത്രയും ബലമുണ്ട്, അതുകൊണ്ട് ജാമ്യം കിട്ടി, അതുകൊണ്ട് അപ്പീൽ കൊടുത്തില്ല. അപ്പോൾ കേരളത്തിൻ്റെ പ്രോസിക്യൂഷൻ, അതിജീവിതയുടെ പരാതി അവിടെ നിൽക്കട്ടെ, കേരളത്തിൻ്റെ പ്രോസിക്യൂഷന് കൂടി ബോധ്യമുണ്ടായിരുന്നോ ഈ മുകേഷ് ഹാജരാക്കുന്ന തെളിവുകൾക്ക് അത്രത്തോളം ബലമുണ്ടെന്ന്? അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വീണ്ടും അപ്പീൽ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഒറ്റ സെക്കൻഡ് ജിൻഡോ, ഇപ്പോൾ ജയിക്ക് പറഞ്ഞൊരു കാര്യം, ജയിക്ക് പറഞ്ഞതുകൊണ്ട് പക്ഷപാതപരമാകുന്നില്ല. അദ്ദേഹം പറയുകയുണ്ടായി, ഈ അതിജീവിത ഒരു മാധ്യമാഭിമുഖത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ നിർബന്ധിതമായത്, അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജിൻഡോയുടെ പ്രതികരണം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇത്തരം കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം കേരളത്തിൽ നമ്മൾ കണ്ടതല്ലേ, എത്രയോ ദിവസങ്ങൾ അരാജക സാഹചര്യമല്ലേ ഉണ്ടായത്. സത്യവും അസത്യവുമായിട്ടുള്ള എത്രയോ പ്രസ്താവനകൾ പുറത്തു വന്നു. നമ്മൾക്ക് തന്നെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും വന്നു. അതിൽ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയോ ആരോപണത്തിന് വിധേയമാക്കപ്പെടുന്ന ആളുകളെയല്ല. ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് നേടിയെടുത്തതിന് ശേഷം 5 വർഷക്കാലം അതിലൊരു തീരുമാനവും എടുക്കാതെ അരാജക സാഹചര്യം സൃഷ്ടിച്ച സർക്കാരാണ് ഒന്നാം പ്രതി. അല്ലല്ല, എന്റെ ചോദ്യത്തിലേക്ക് മാത്രമായി അങ്ങൊന്ന് വഴങ്ങിയാൽ, ഈ അതിജീവിത സ്വതന്ത്രയായി ഒരു മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം അങ്ങേക്ക് തോന്നി? അല്ല, അതിനെക്കുറിച്ച് ഞാൻ ഒരു കമന്റ് പറയുന്നത് ശരിയല്ലല്ലോ. അതിജീവിതയുടെ കമന്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് ഒരു ശരിയാണെന്ന് എനിക്ക് ധാർമ്മികമായിട്ട് തോന്നുന്നില്ല. ശരി, ജയിക്കിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലമില്ല, ഇതിനു മുൻപ് അത്തരമൊരു പശ്ചാത്തലമില്ല എന്ന്. പക്ഷേ 2 സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ഇടവരുത്തിയ അത്രയും വലിയ സംവിധാനം എന്ന് പറയുന്നത് ഈ അമ്മയാണല്ലോ. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ വന്നത്. അതിലെ ശക്തനായ ഒരാളാണ് സിദ്ദിഖ് എന്ന് മാത്രവുമല്ല, ഈ ദിലീപ് കേസിൽ ഏതൊക്കെ രൂപത്തിലാണ് സിദ്ദിഖ് ഇടപെട്ടത്, പ്രതികരിച്ചത് എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ ചില ആക്ഷേപങ്ങൾ വന്ന ഘട്ടത്തിലും അദ്ദേഹം ഏത് തരത്തിലാണ് അതിനെ സമീപിച്ചത്, പ്രതികരിച്ചത് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഈ ഇരയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവരിപ്പോൾ ഈ കോടതിയുടെ ഉത്തരവിൽ തന്നെ അതെല്ലാം ഉണ്ട്. കൂടാതെ ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ FIR ഇട്ടതിന് ശേഷം പിന്നീട് ഈ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ ഇദ്ദേഹം നശിപ്പിക്കുന്നുണ്ട്. ഈ അതിജീവിത പറയുന്നുണ്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി എന്ന്. അപ്പോൾ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകാതിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ എവിടെയായിരുന്നു ഈ SIT? ഈ തൂവലുകളൊക്കെ സിദ്ദിഖിനാണ് കിട്ടുന്നത്, ശ്രീ പ്രിയദർശൻ തമ്പി. അല്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അലിഗേഷൻസ് വരുമ്പോൾ ഇപ്പോൾ A എന്ന വ്യക്തിക്കെതിരെ ഒരു അലിഗേഷൻ വരുന്നു, B എന്ന വ്യക്തിക്കെതിരെ അലിഗേഷൻ വരുന്നു, C എന്ന വ്യക്തിക്കെതിരെ അലിഗേഷൻ വരുന്നു. എല്ലാ അലിഗേഷനും സമാനമായിരിക്കില്ല. ഒരു കേസിൻ്റെ ഒരു അനുഭവ സമ്പത്തുള്ള നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരു കേസിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചാൽ തന്നെ ആ അലിഗേഷൻസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാകും. അതിൽ കള്ളത്തരമുണ്ടോ, അത് ഫാൾസ് ആയിട്ട് ഉണ്ടാക്കിയത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോടതി എക്സ്പേർട്ട് ഓഫ് എക്സ്പേർട്സ് ആണ്. എത്രയേറെ പരിണതപ്രജ്ഞരായ ആളുകളാണ് ജഡ്ജിമാരായിരിക്കുന്നവർ. അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കേസിലെ മുൻകൂർ ജാമ്യവുമായി ഒരു വ്യക്തി, സിദ്ദിഖ് ആയിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, സെഷൻസ് കോടതിയായാലും ശരി, ഹൈക്കോടതി ആയാലും സമീപിച്ചാലും ശരി, പ്രോസിക്യൂഷൻ്റെ വാദം മാത്രമല്ല, 50% പ്രിവിലേജേ ഉള്ളൂ പ്രോസിക്യൂഷന്. ഒരു സംശയം വേണ്ട, 50% പ്രിവിലേജ് പ്രതിക്കുമുണ്ട്. അപ്പോൾ ആ പ്രതിഭാഗത്തിൻ്റെ വാദവും കൂടി കേൾക്കും. പ്രതിഭാഗത്തിൻ്റെ രേഖകൾ ഹാജരാക്കാം, പ്രോസിക്യൂഷന്റെ രേഖകൾ ഹാജരാക്കും. ഇതെല്ലാം എന്റെ ചോദ്യം ഇതൊന്നുമല്ല. ഇപ്പോ ജയ്ക്ക് ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മുകേഷിന്റെ ഡിജിറ്റൽ തെളിവുകൾ എത്രമാത്രം ശക്തമായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനെന്ന്. അതുപോലെ സിദ്ദിഖ് എന്നയാൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളെല്ലാം FIR എടുത്ത ആ ഘട്ടത്തിൽ നശിപ്പിക്കുകയുണ്ടായി. ആ ഇലക്ട്രോണിക് ഡിവൈസും നശിപ്പിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് എവിഡൻസുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ഈ ദിലീപ് കേസിലൊക്കെ അത് എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല അനുഭവ പരിജ്ഞാനവും വൈദഗ്ധ്യവും ഒക്കെ കിട്ടിയിരിക്കുന്നു. അതിനൊക്കെ ഒരു മൂകസാക്ഷിയായി SIT നിന്നു കൊടുത്തിരിക്കുന്നു. ഇതാണ് ആക്ഷേപം. ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള എല്ലാ തെളിവും റിട്രീവ് ചെയ്യും. കാരണം ഈ സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം കാരണം അല്ല, ആ കേസിനും ഈ കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട. കാരണം ദിലീപ് കേസ്, നടിയുടെ ആ കേസ് അനിതര ഞാൻ എപ്പോഴും ചർച്ചയിൽ പറയുന്നതാണ്. ആ കേസിൽ ഒരുപാട് പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതൊന്നും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ കേസ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഇദ്ദേഹം ഈ പറയുന്ന തെളിവുകൾ നശിപ്പിച്ചു, റിട്രീവ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന ആശ്വാസത്തിലാണോ അന്വേഷണ സംഘം ഇരിക്കേണ്ടത്? അയാൾക്ക് ചെയ്യേണ്ട പണി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കാനുള്ള പണിയെടുക്കേണ്ട പോലീസ് ആ പണി ചെയ്യുന്നില്ല. റിട്രീവ് ചെയ്യേണ്ടത് ഇനി മെറ്റയാണ് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ് സാർ, അപ്പോൾ അത് മെറ്റ ചെയ്തു തരും. ഇങ്ങനെ പറയാനാണോ പോലീസ് സംവിധാനം? ഞാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ ഒരു അറ്റം മാത്രം എടുത്തുകൊണ്ട് അങ്ങ് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ സൂചിപ്പിച്ചത് ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാക്സിമം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൻ്റെ പരിണത ഫലം തന്നെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തിട്ടുള്ളത്. ആ ഡിസ്മിസ് ചെയ്തിട്ടുള്ള ഓർഡർ വായിച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്ത സുദീർഘമായ സിദ്ദിഖിൻ്റെ കേസിൽ നടത്തിയിട്ടുള്ള അന്വേഷണം നമുക്ക് ആ ഓർഡറിൽ തന്നെ വ്യക്തമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഇതിപ്പോൾ ഈ അതിജീവിതയുടെ അഭിഭാഷകൻ അടക്കം പറയുന്നൊരു കാര്യമാണ്. പ്രോസിക്യൂഷൻ P. നാരായണൻ അദ്ദേഹം വളരെ ശക്തമായി തന്നെ വാദിക്കുകയുണ്ടായി എന്ന്. SITയുടെ പ്രശ്നമാണ് പറയുന്നത്. SIT ഈ പറയുന്ന തെളിവുകൾ ഒരു പ്രതി നശിപ്പിക്കുന്നതിന് അനുകൂലമാകുന്ന അലംഭാവമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അത് ശരിയല്ല എന്ന വിമർശനവും വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിജീവിതം തന്നെ പറയുകയുണ്ടായല്ലോ, SIT വഴി അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് DGPക്ക് പരാതി കൊടുത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയിലെ പ്രോസിക്യൂഷൻ്റെ ശക്തമായ വാദഗതികൾ മാത്രം വെച്ചുകൊണ്ട് അടയ്ക്കാൻ കഴിയുന്നതല്ല അതിജീവിതയുമായി ബന്ധപ്പെട്ട്. കേട്ടോ ജയ്ക്ക്, ഹാപ്പി അല്ലാത്ത അവർ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ. ഞാൻ ജയ്ക്കിലേക്കാണ് വരുന്നത്. പക്ഷേ ശ്രീ ജേക്സി തോമസ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന പ്രതി തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറയുന്ന സാഹചര്യം, അത് ഒരു തരത്തിലും ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാതെ ഇരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അലംഭാവം അതിവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. കൂടാതെ ഈ അതിജീവിതം തന്നെ SITയുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകേണ്ടി വന്ന അവസ്ഥ, ഇതൊക്കെ ഹാപ്പിയായ കാര്യങ്ങളാണോ?
ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. എനിക്കൊരു തവണ അവസരം നൽകിയിട്ട് അങ്ങ് 2 തവണ കോൺഗ്രസ് പ്രതിനിധിക്ക് അവസരം നൽകി. അതുകൊണ്ട് അങ്ങനോട് അനീതി കാണിച്ചു എന്നല്ല, അതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധികളുടെ ആരോപണങ്ങളോടൊന്ന് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെയൊക്കെ നൽകണം. അതിനുശേഷം ഉറപ്പായും അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യും. എന്തായാലും കോൺഗ്രസ് പ്രതിനിധി ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, ഇത്തരത്തിൽ കേരളത്തിലെ സിനിമാ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അതിക്രമം നേരിടേണ്ട വന്ന കേരളീയ സമീപകാല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സർക്കാരിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? ആ പ്രതികരണങ്ങളിൽ ഇപ്പോൾ തൊട്ടുമുമ്പ് അഭിഭാഷക സുഹൃത്ത് സംസാരിച്ചതുപോലെ ഏറ്റവും ചരിത്രപ്രധാനമായ ഒന്നായിരുന്നു അല്പവർഷങ്ങൾക്ക് പുറകിൽ, കൃത്യമായി പറഞ്ഞാൽ 7.5 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ നാട്ടിലെ ചലച്ചിത്ര നടിക്ക് അതിജീവിതയ്ക്ക് നേരിടേണ്ട വന്ന ക്രൂരമായ ആക്രമണം. ആ കേസിലെ പ്രതിയോട് നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്താ? അങ്ങേക്ക് മിണ്ടാട്ടമില്ലല്ലോ. മുഖ്യമന്ത്രി എന്തോ പ്രഭാഷണം നടത്തി, ഒരു വാക്ക് പറഞ്ഞെന്നുള്ളതാണ്. നിങ്ങൾ ഈ കേസിലെ പ്രതിയെ ഞങ്ങൾ തൂക്കിയെടുത്ത് അകത്തിടും. ആ തൂക്കിയെടുത്ത് അകത്തിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിക്കുവോ? അടുത്ത നിയമസഭാ സീറ്റ് നൽകി മത്സരിപ്പിക്കുവോ? ജയിലിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്ന പൊട്ടിക്കറഞ്ഞ മറ്റൊരു സ്ഥാനാർത്ഥിയെ ബാലുശ്ശേരിയിൽ സീറ്റ് കൊടുത്തതുപോലെ ആലുവ നഗരസഭയുടെ വാർഷികാഘോഷത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് വേദിയിൽ കൊണ്ട് ഇരുത്തിയതുപോലെ ബൊക്കൊടുത്ത് സ്വീകരിച്ചതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പറും ഒക്കെ കെട്ടിപ്പിടിച്ച് ഓരം ചേർന്ന് മുത്തമെടുത്ത് സെൽഫി എടുത്തതുപോലെ നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്ന് ഈ ചർച്ചയിൽ നിങ്ങൾ പറ. കോൺഗ്രസിന് ഇത്തരത്തിൽ പ്രതികളോടുള്ള നരാധമന്മാരായ പ്രതികളോടുള്ള നിലപാടെന്താണെന്ന് നിങ്ങൾ പറ. നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് പറ. നിയമസഭയിലും ലോകസഭയിലും കൊണ്ട് മത്സരിപ്പിക്കുമോ എന്ന് പറ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ അവരെ പുറത്താക്കിയില്ലേ? കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിലെ നേതാക്കന്മാരെ ഒറ്റയ്ക്ക് പോയി കാണാൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞ AICC അംഗത്തെ നിങ്ങൾ അവരുടെ പരാതി കേൾക്കുമല്ല നിങ്ങൾ ചെയ്തത്. അവരെ പടിയടച്ച് പിണ്ഡം വെച്ചു. അങ്ങനെ കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞാൽ കിടക്ക് പുറത്ത് കോൺഗ്രസിൽ നിന്ന്. ഇതല്ലായിരുന്നു നിങ്ങളുടെ സമീപനം. പവർ ഗ്രൂപ്പ് കോൺഗ്രസിലുണ്ടെന്ന് പറഞ്ഞ ആരാ? CPM ആണ്? അല്ലല്ലോ. നിങ്ങളുടെ കൂടെ നേതാവായിട്ടുള്ള AICC അംഗം സിമി റോസ്ബൽ അല്ലേ? ആ പവർ ഗ്രൂപ്പിന്റെ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നില്ലേ? അപ്പോൾ ഒരു മാന്യ വിമർശനം ഉയർത്തിയാൽ, സ്ത്രീ സംബന്ധമായ ഒരു ചോദ്യം ഉയർത്തിയാൽ, ആ ചോദ്യം ഉയർത്തുന്ന സ്ത്രീകളെ അടിച്ച് പുറത്താക്കുന്ന നിങ്ങളാണ് ഇവിടെ വന്നിരുന്ന ഇരട്ടത്താപ്പ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് വാചാലനാകുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ ഈ കേസിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഹാപ്പി എന്ന് അതിജീവിത ഈ കേസിലെ സർവൈവർ പറഞ്ഞത് എപ്പോഴാണ്? അല്പമണിക്കൂറുകൾക്ക് മുമ്പാണ്. SITയോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ആങ്കർ എന്ന നിലയിൽ അങ്ങേക്കറിയാമായിരിക്കും. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന ഒരു ആക്ഷേപം, ശക്തമായ ഒരു വിമർശനം അവർക്ക് SITയോടുണ്ട്. അതിനെ തുടർന്നാണ് അവർ DGPക്ക് പരാതി കൊടുത്തത്. പക്ഷേ അതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ വിവരം ലഭിച്ചിരിക്കുന്നു. അവർ കാവിയറ്റ് ഈസ് മാർക്ക്ഡ് ദേർ ഇൻ ദ കേസ് സ്റ്റാറ്റസ്, സോ വി വിൽ ബി സെർവ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നൽകിയ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം നൽകിയ കാവിയറ്റ് ഈ കേസിന്റെ സ്റ്റാറ്റസിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഏകപക്ഷീയമായ ഒരു ജാമ്യവും ഒരു കോൺഗ്രസ് നേതാവും ഒരു കോൺഗ്രസ് സഹയാത്രികനും വിചാരിച്ചാലും സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. ശക്തമായി പ്രോസിക്യൂഷന്റെ വാദം കേൾക്കേണ്ടതായി വരും. ഒരു ഒറ്റവാചകം കൂടെ ചേർത്ത് പറയാം. അദ്ദേഹം ആവർത്തിച്ച് മറ്റു കേസിലെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഇപ്പൊ കൊല്ലം MLA പ്രതിയായ കേസിൽ മാത്രമല്ലല്ലോ, അതോടൊപ്പം തന്നെ നിവിൻ പോളി ഇത്തരത്തിലൊരു ആരോപണം നേരിട്ടില്ലേ? എന്താ അവതാരകൻ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം? കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം എന്താണ്? ഈ പാനലിരിക്കുന്ന മറ്റ് അഭിഭാഷക പ്രതിനിധികളുടെ അഭിപ്രായം എന്താണ്? ആ ആരോപണത്തിനിരയാകേണ്ട വന്ന നിവിൻ പോളി അതേ സമയത്ത് തന്റെ സെറ്റിൽ, തന്റെ ഷൂട്ടിംഗ് സൈറ്റിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകളുടെ നടുവിലായിരുന്നു എന്ന് മറ്റ് ചലച്ചിത്ര സംവിധായകരും ചലച്ചിത്ര താരവും പറയുന്നു. അതിന്റെ തെളിവ് പുറത്തുവിടുന്നു. എന്താ നിവിൻ പോളിയെ ഇപ്പൊ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്ത് തൂക്കിലെടുത്ത് ജയിലിലിടണോ? എന്താ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം? അതേ കാര്യമല്ലേ കൊല്ലം MLAയുടെ കേസിലും വന്നിട്ടുണ്ടായിരുന്നത്? അയാൾക്ക് ചുംബനം നൽകുന്നു, അയാളിൽ നിന്ന് പണം ചോദിക്കുന്നു, പണം നൽകില്ല എന്ന് പറയുന്നു. ഇതൊക്കെ അതിജീവിത എന്ന് വിളിക്കപ്പെടുന്ന അവർ തന്നെ കൊല്ലം MLAയെ കുറിച്ച് പറയുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജയിലിലിടുമെന്നാണ് പറയുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന വസ്തുതകൾ കേട്ടിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നത് മര്യാദയല്ല, മനുഷ്യത്വപൂർണ്ണമല്ല. ശരി. എന്തായാലും സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വരാത്തത് ജിൻഡോ അങ്ങ് ക്ഷമിക്കുക. സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. ഉന്നത നീതിപീഠത്തിന്റെ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.